അപ്പോൾ ശ്രീ എസ് സമ്പത്ത് അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതായത് ശ്രീ ബി ഗോപാലകൃഷ്ണനും സംസ്ഥാന BJPയുടെയും താല്പര്യം അത് തന്നെയാണെന്നാണ് ബി ഗോപാലകൃഷ്ണൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ നേടിയ നേട്ടങ്ങളുടെ പേരിൽ നമ്മളതിൻ്റെ ശിക്ഷ അനുഭവിക്കരുത്, അല്ലെങ്കിൽ മറ്റൊരാൾ നേടാത്ത നേട്ടത്തിൻ്റെ പാപഭാരം നമ്മൾ അനുഭവിക്കരുത് എന്ന് തന്നെയാണ് BJPയുടെ ബി ഗോപാലകൃഷ്ണൻ്റെ നിലപാട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ചർച്ചയുടെ ഒരു മാർഗ്ഗത്തിൽ അതിനെ ഇനി ഒന്ന് ഫോർമുലേറ്റ് ചെയ്താൽ മാത്രം മതി. അത് ചെയ്യുമോ സംസ്ഥാന സർക്കാർ? എല്ലാവരെയും കൂട്ടി ഹാഷ്മി ഇപ്പോൾ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സുഹൃത്ത് അഡ്വക്കേറ്റ് ശ്രീ ഗോപാലകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളുടേത് അത് BJPയുടെ അഭിപ്രായം അത് വരട്ടെ. ആ കാര്യത്തിൻ്റേത് ഒരു കാര്യം ഉറപ്പായല്ലോ, കേരളത്തിൻ്റെ ഈ സമരപതാക ഇന്ന് കേരളം മുന്നോട്ട് വെച്ചതായ ഈ വിഷയങ്ങൾ കേരളം മാത്രം മുന്നോട്ട് വെച്ചതല്ല, ഇത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചതുമല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേരളത്തിൽ നിന്ന് തന്നെ LDF 3 തവണ ഈ വിഷയങ്ങളുമായി മുമ്പോട്ട് വന്നു. ഞങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ഇതേ വിഷയത്തിന് വന്നു എന്ന് മാത്രമല്ല, ഞാൻ ഈ വേളയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അന്തരിച്ചുപോയ ശ്രീ അരുൺ ജെയ്റ്റ്ലി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ചില വിഷയങ്ങൾ ഇതുപോലെ ഉണ്ടായപ്പോൾ AK ആൻ്റണി സാറിൻ്റെ നേതൃത്വത്തിൽ അന്ന് ഞങ്ങൾ പാർലമെൻറ്റ് അംഗങ്ങൾ, LDF UDF പാർലമെൻറ്റ് അംഗങ്ങൾ എന്തിനു പറയുന്നു, അതിൽ BJPയുടെ നോമിനേറ്റഡ് അംഗം പോലും, ഇന്നിപ്പോൾ നോമിനേഷൻ ഇല്ലല്ലോ ആംഗ്ലോ ഇന്ത്യൻ, ആ നോമിനേറ്റഡ് അംഗം പോലും അത്തരത്തിൽ ഞങ്ങളോടൊപ്പം കൂടി ഈ വിഷയം അവതരിപ്പിക്കാനായി വന്നു. നമ്മുടെ നാടിൻ്റെ വിഷയം അത്തരത്തിലുള്ള പൊതുവിഷയങ്ങളിൽ വരുന്നതിൽ പിന്നെ രാഷ്ട്രീയമായ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ചില ഞാൻ ഖണ്ഡിക്കാനൊന്നുമല്ല ഈ കാര്യത്തിൽ, നമ്മുടെ പ്രേക്ഷകർക്ക് ഈ കാര്യത്തിൻ്റെ അതൊരു നമ്മളിതിൽ വർത്തമാനം പറയുമ്പോൾ നമ്മളെല്ലാവരും ഈ കാര്യത്തെ സംബന്ധിച്ച് പറയുന്നത് കൂടുതൽ ആളുകൾക്ക് അത് വിജ്ഞാനപ്രദമാകട്ടെ. ഈ കാര്യത്തിൻ്റെ ഒരു ചർച്ചയിൽ അത് വരുമ്പോൾ ആ രാഷ്ട്രീയമെല്ലാം മാറ്റിവെച്ചിട്ട് തന്നെ, രാഷ്ട്രീയം ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഇപ്പോൾ ഞങ്ങൾ 3 പേരും ഇതിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വ്യക്തമായി രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞപ്പോൾ ഈ എല്ലാത്തിനെയും ഇങ്ങനെ ഈ പണ്ഡിറ്റ് നെഹ്റുവിനെ അടച്ചാക്ഷേപിച്ച് അത്തരം കാര്യത്തിൽ അദ്ദേഹമാണ് കാരണക്കാരൻ, അദ്ദേഹം നിർമ്മിച്ചത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കാര്യത്തിൽ അതൊക്കെ പറയുന്നത് ഈ മഹാത്മാഗാന്ധിയെ ഇങ്ങനെ ചെറുതായി 3 വെടിവെച്ചപ്പോൾ മരിച്ചു പോയത് എന്നൊക്കെ പറയുന്നത് പോലെ അതൊക്കെ അങ്ങനെ നമ്മൾ പറയുന്നത് ഉചിതമല്ല. ഞാനത് ബിക്കോസ് യു ആർ മൈ ലേണഡ് ഫ്രണ്ട്, മൈ ബ്രദർ, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിൽ ഇതെന്താണെന്നറിയോ, ഇന്ത്യയുടെ ഭരണഘടനയിൽ ഞാൻ ജവഹർലാൽ നെഹ്റുവിനെ അധിക്ഷേപിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ കാലത്താണ് ധനകാര്യ കമ്മീഷൻ അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. പറയാത്ത കാര്യം പറയരുത് പ്ലീസ്. ആയിക്കോട്ടെ, ശരി. അങ്ങ് പറഞ്ഞത് അങ്ങനെ അല്ല എന്ന് അങ്ങ് പറയുന്നതിനെ, അത് ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നതിനെ ഞാനത് മുഖവിലേക്ക് എടുക്കുന്നു. അങ്ങയുടെ എല്ലാ ആദരവോടും കൂടി തന്നെ പറയട്ടെ, ഇന്ത്യയുടെ ഭരണഘടനയുടെ 12ാം ഭാഗത്തിൽ അനുച്ഛേദം 280 അതിൻ്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്. 280 അനുച്ഛേദം ധനകാര്യ കമ്മീഷൻ 281 ഈ ഭരണഘടനയുടെ പ്രാരംഭം മുതൽ 2 വർഷത്തിനകവും അതിനുശേഷം ഓരോ 5 വർഷത്തിൻ്റെയും അവസാനവും അല്ലെങ്കിൽ അതിനു മുമ്പ് ആവശ്യമാണെന്ന് രാഷ്ട്രപതി കരുതുന്ന സമയത്ത്, രാഷ്ട്രപതി സ്വാഭാവികമായും ആസ് പെർ അക്കോർഡിംഗ് ടു ദ അഡ്വൈസ് ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണല്ലോ, കരുതുന്ന സമയത്ത് രാഷ്ട്രപതി നിയമിക്കുന്ന ഒരു അധ്യക്ഷനും മറ്റ് 4 അംഗങ്ങളും അടങ്ങുന്ന ഒരു ധനകാര്യ കമ്മീഷൻ രാഷ്ട്രപതി ഉത്തരവ് വഴി രൂപീകരിക്കേണ്ടതാണ്. പിന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി, ധനകമ്മീഷൻ അത് ഭരണഘടനാപരമായ ചുമതലയാണ്, അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ല, ശ്രീമതി ഇന്ദിരാഗാന്ധി അല്ല, അതിന് VP സിംഗ് അല്ല, അതിന് ചന്ദ്രശേഖർ അല്ല, അതിന് രാജീവ് ഗാന്ധി അല്ല, ഇനി അത് ഡോക്ടർ മൻമോഹൻ സിംഗ് അല്ല, ഇടയ്ക്ക് ഗുൽസാൽ നന്ദ ഉൾപ്പെടെയുള്ളവർ ഞാൻ വിട്ടുപോയൊന്നും അല്ലെങ്കിൽ സമയച്ചുരുക്കം കൊണ്ടാണ്, ഇനി ശ്രീ നരേന്ദ്രമോദി അല്ല, ഇനി നാളെ മറ്റാരായിരുന്നാലും ഇത് ഭരണഘടനാപരമായ ഒരു ചുമതലയാണ്, ബാധ്യത എന്നല്ല ഞാൻ പറഞ്ഞത്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ചുമതലയാണ്. ഇനി ഇതനുസരിച്ചുള്ളതിൽ യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അവർ ഇത്തരത്തിൻ്റെ ഈ ധനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ ഭരണഘടനയുടെ അനുച്ഛേദം 162, 199, 202, 204, 266, 298 എന്നിവ സംബന്ധിച്ച് 7ാം ഷെഡ്യൂളിലും ഈ കാര്യങ്ങളെ സംബന്ധിച്ച് സംസ്ഥാന ലിസ്റ്റിലെ എൻട്രി 43 എന്നിവയിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്.
കേരള നിയമസഭ 2003 ആണ്ടിലാണ് കേരള ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആക്ട് പാസ്സാക്കുന്നത്. 2003 ആ നിയമപ്രകാരമാണ് ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൻ്റെ GDP ആ സ്റ്റേറ്റ് GDP സംബന്ധിച്ചുള്ളതിൻ്റെ 3.5 എന്നുള്ളൊരു കാര്യത്തെ സംബന്ധിച്ച് നമ്മൾ പറയുന്നു. ഇപ്പോൾ ഇവിടെ ഹാഷ്മി ചോദിച്ചൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ കഴിഞ്ഞ തലമുറയുടെയും അതിൻ്റെ മുമ്പുള്ള തലമുറയുടെയും അത് നമ്മൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അഖിലേന്ത്യാ ശരാശരിയേക്കാൾ നമ്മുടെ എല്ലാം കേരളത്തിലെ ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിച്ചു ഇല്ലേ? കോവിഡാനന്തരം ഇന്ത്യയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി വർദ്ധിച്ചോ കുറഞ്ഞോ? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കോവിഡ് കാലത്തും കേരളത്തിൽ അത് നമുക്ക് കുറച്ചു കൊണ്ടുവരാനായി കഴിഞ്ഞു. UK-യുമായി മത്സരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മളെത്തി. ഇപ്പോഴും ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങൾ എന്തുകൊണ്ട്? പണം കിട്ടാഞ്ഞിട്ടാ? അത് ചെലവഴിക്കാഞ്ഞിട്ടാ? അതോ വകമാറ്റിയത് കൊണ്ടാണോ? അത് ആരെങ്കിലും അഴിമതി നടത്തിക്കൊണ്ടാണല്ലോ? അപ്പോൾ ഇത് കേരളം ഉൾപ്പെടെയുള്ള തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഞാൻ നോർത്ത് സൗത്ത് ഡിവൈഡിൻ്റെ കാര്യത്തിലല്ല, കാരണം അത് അങ്ങനെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞിരുന്നാലും ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വന്ന ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള ആയാലും അവിടെ മാനായിരുന്നാലും അതല്ല കേജ്രിവാൾ ആയിരുന്നാലും അവരാരും മലയാളികളല്ല, തെക്കേ ഇന്ത്യക്കാരല്ല. ഇതൊരു നോർത്ത് സൗത്ത് ഡിവൈഡിൻ്റെ അല്ല. കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവരുടെയും ഗുജറാത്ത് മുതൽ അങ്ങേയറ്റം ഈ മണിപ്പൂർ വരെയുള്ളവർ ആ ജനതയുടേതായ വിഷയമാണ്. സംസ്ഥാന സർക്കാരുകളെ വിശ്വാസത്തിലെടുക്കണം. സംസ്ഥാന സർക്കാരുകളുമായി ആശയവിനിമയം നടക്കണം. ഭരണഘടനയിൽ തന്നെ മുഖ്യമന്ത്രിമാർ അംഗങ്ങളായിട്ടുള്ളൊരു ദേശീയ സമിതി ഉണ്ട്, അറിയാമല്ലോ. 6 മാസത്തിലൊരിക്കൽ കൂടേണ്ടത് ആ ദേശീയ സമിതി. നമ്മൾ എത്ര തവണ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം കൂടിയിട്ടുണ്ട്? എന്താണ് ഇന്ത്യ ഗവൺമെൻറ് ഇതിൽ നിന്ന് വ്യക്തമാക്കുന്നത്? അത് ഈ ഗവൺമെൻറ് മാത്രമല്ല, ഞാൻ മുമ്പും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് അതിൽ കൃത്യമായി കുറച്ചെങ്കിലും കൂടാൻ കഴിഞ്ഞത് VP സിംഗിന്റെ ഗവൺമെന്റിന്റെ കാലത്താണ്. അതുകൂടി നേരത്തെ ചോദിച്ച ചോദ്യം, ഈ ധനകാര്യ കമ്മീഷൻ ഈ മാനദണ്ഡങ്ങൾ ഫിക്സ് ചെയ്യുമ്പോൾ അത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ചോദിച്ചുകൊണ്ടല്ലേ അപ്പോൾ പറയണ്ടേ ഈ ജനസംഖ്യ ഇത്തരത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ഇങ്ങനെ മാനകമാക്കിയാൽ നമുക്കിട്ട് പണി കിട്ടും എന്ന് നമ്മൾ അറിയാവുന്ന നമുക്കല്ലേ? അറിയേണ്ടവർ നമ്മളല്ലേ? അതെ, അദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ആ ചോദ്യം മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഇത് സംബന്ധിച്ച് അവരുമായിട്ടുള്ള എല്ലാ കൂടിയാലോചനകളിലും ആ കൺസൾട്ടേഷനുകളിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, ഇത് സംബന്ധിച്ച് നമ്മുടെ ധനകാര്യമന്ത്രി മുൻ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിയോജിപ്പുണ്ടാകണമായിരുന്നു. ശരിയാ, തെറ്റാണെന്നാണ് എനിക്കറിയില്ല. എനിക്ക് അതിന്റെ രേഖകൾ ഞാൻ ആഷ്മയെ അങ്ങനെ ഒരു വിയോജിപ്പ് വന്നാൽ അത് കേരളത്തിൽ അറിയപ്പെടേണ്ടതാണ്. അങ്ങനെ ഒരു വിയോജിപ്പ് വന്നാൽ അത് ഇന്ത്യയിൽ അറിയപ്പെടേണ്ടതാണ്. ചാനലുകൾ പോലും അത് അറിയപ്പെടേണ്ടത് ആഷ്മിക്ക് പോലും ഞാനത് മിണ്ടല്ല. അതല്ലാന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെന്താ കാര്യം? ഈ സംസാരിക്കാൻ പറഞ്ഞോ സമ്പത്ത് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്നില്ല എന്ന് പോലും അദ്ദേഹം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. അല്ല, എന്നെ ഒന്നും അല്ല, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒരു സെക്കൻഡേ ഉള്ളൂ. ഇതില്ലേ അവിടെ ഞാൻ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 280 തന്നെ ഇത്തരത്തിൽ ഈ പറയുന്നതിൽ കൂടെ ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. അത് ഈ കമ്മീഷൻ അന്തിമമായി തീരുമാനമെടുക്കുന്നത്, അപ്പോൾ അത് മുഴുവൻ വായിക്കാത്തതെന്താണെന്നറിയോ? സമയമെടുക്കും എന്നുള്ളത് കൊണ്ടാണ്. നിർദ്ദേശങ്ങളെ പറയാൻ പറ്റൂ, കൂടിയാലോചനയിലേ പറയാൻ പറ്റുള്ളൂ, കത്തുകളെ അയക്കാൻ പറ്റുള്ളൂ. തീരുമാനമെടുക്കുന്നത് ധനകമ്മീഷനാണ്. ധനകമ്മീഷൻ തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? ധനകാര്യ കമ്മീഷൻ അത് PMOയിൽ നിന്ന് കൊടുക്കുന്ന അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ്. അത് ഭരണഘടനയിൽ പറയുന്നില്ല. ധനകാര്യമന്ത്രി നൽകുന്ന നിർദ്ദേശം അനുസരിച്ചാണ്. അത് ഭരണഘടനയിൽ പറയുന്നില്ല. അതെല്ലാം ഓഫ് ദ റെക്കോർഡാണ്. മുമ്പ് ഒരു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു 50% വീതം ഇന്ത്യ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളുടെയും നികുതി വിഹിതം അതിൽ ആ ഷെയർ വരണം. അതേ മുഖ്യമന്ത്രി വേറൊരു കാര്യം പറഞ്ഞു. അതേ മുഖ്യമന്ത്രി വേറൊരു കാര്യം പറഞ്ഞു. അതേ മുഖ്യമന്ത്രി ഞങ്ങൾ അങ്ങോട്ട് പിരിച്ചു തരുന്ന തുകയുടെ ആനുപാതികം ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ചു തരുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, അടുത്ത 3 മാസത്തേക്ക് ഇങ്ങോട്ടേക്ക് പിരിക്കാൻ വരണ്ട, ഇവിടെ നിന്നും അങ്ങോട്ട് തരുന്നില്ല, അവിടെ നിന്നും ഇങ്ങോട്ട് വേണ്ട എന്നും പറഞ്ഞു അതേ മുഖ്യമന്ത്രി. ഇന്ന് വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ അഖണ്ഡത, തീവ്രവാദം എന്തൊക്കെ ആരോപണം കേൾക്കേണ്ടി വരുമെന്ന് അറിയോ? സമ്പത്ത് ഞാൻ തിരികെ